അങ്ങനെ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിലായിരുന്നു, സെക്കൻഡ് പീരീഡ് ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. സെൻസറി ഓർഗൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത്യാവശ്യം കുട്ടികളൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരുത്തനാണെങ്കിൽ തോളാനൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ ഐഡിയ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു 3 പിള്ളേരെ അങ്ങോട്ട് സെലക്ട് ചെയ്തു. മേശയുടെ പുറത്തങ്ങോട്ട് കയറ്റി നിർത്തി. കുറച്ച് കഴിഞ്ഞിട്ട് ആശന്മാരെ ചെറുതായിട്ടൊന്ന് വേറൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ കൈകൾ തമ്മിൽ പരസ്പരം, അതായത് സ്കിന്ന്, അവരുടെ 2 കൈകളിലെ സ്കിന്നുകൾ തമ്മിൽ പരസ്പരം കൂട്ടി ഒട്ടിപ്പോകുന്ന ഒരു കിടലിൻ്റെ ഐറ്റമാണ് നമ്മളവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെ വെച്ച് അവരുടെ 2 കൈകളും കൂട്ടി കിട്ടിയിട്ട് കുറച്ച് പശയൊക്കെ ഒഴിക്കുന്നതായിട്ടൊക്കെ അവരെ ഫീൽ ചെയ്യിപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ ചെറുക്കന്മാർ എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് ആ കൈ അങ്ങോട്ട് വേർപെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അവരെ വീണ്ടും നോർമലൈസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്ത് അവരെ ഫ്രീ ആക്കി. അങ്ങനെയുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ കുഴിയാറയാണ് ചർച്ച. ഏതായാലും ആൻലൈനുമായിട്ട് ബന്ധപ്പെട്ട പ്യൂപ്പൽ ആർവയൊക്കെ അവിടെ വിശദമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തു. അതല്ല, മൂവ് ചെയ്ത് പോകുന്നുണ്ടോ? ഈ കാണുന്ന മണ്ണിനകത്തുണ്ടാവുന്ന ഈ സാധനം എന്ത് ചെയ്യുന്ന വെച്ചാൽ മണ്ണിന്റെ ചെറിയ ചെറിയ തരികളും അതുപോലെ നൂലൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് ഇത് കൂടുണ്ടാക്കിയിട്ട് ഇത് വീണ്ടും പ്യൂപ്പയായിട്ട് മാറും. അത്യാവശ്യം കുറച്ച് എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ഗെയിമൊക്കെ കുട്ടികളുമായിട്ടിരുന്ന് കളിച്ചിട്ട് പുറത്തേക്ക് പതിയെ ഇറങ്ങി. നിങ്ങൾ ഇപ്പൊ കയറിയില്ല, ഇപ്പൊ കയറി കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കും, പഠിച്ച അത്രയും പഠിക്കും.